സക്കീർ ഗസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകണ്ട, ഇംഗ്ലീഷാണ്, ഭയങ്കര ഇംഗ്ലീഷാണ്. 2 CNG, മൂന്നാമത്തെ CNG, 3 CNGൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ വണ്ടി. അവിടെ ഇതേ കിടക്കുക നമ്മുടെ വണ്ടി, ഡീസൽ വണ്ടി. വീട്ടിൽ വന്നിട്ടുള്ള എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നിട്ട് ഇവനായിട്ട് ഗുസ്തി പിടിക്കണം. ഇവനിപ്പോൾ ഉറക്കമായിരുന്നു, ഇപ്പോൾ വണ്ടിയിൽ ഒച്ച കേട്ടിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. എന്താടാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ. ഇന്ന് വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ഓട്ടോ ആണ്. വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 250 രൂപ അടുത്ത് ഓടിയിട്ടുണ്ട്. ചില്ലറ ഓട്ടങ്ങളാണ് ഓടിയത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇപ്പം കറക്കത്തിൽ ഇവിടെ റാംബറ സ്റ്റാർട്ട് വന്നു. അതിനിടയ്ക്ക് ഒരുപാട് സമയം ഈ പേപ്പറിന് വേണ്ടി ഏജന്റിനെ കാണാൻ വേണ്ടി പോയി. ടൗൺ പെർമിറ്റ് വണ്ടി ആയിരുന്നല്ലോ ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കൊടുത്തപ്പോൾ പഞ്ചായത്ത് പെർമിറ്റ് കയറ്റുന്നതിൻ്റെ കാര്യത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പെർമിറ്റ് കയറണമെങ്കിൽ, അതായത് എൻ്റെ ഈ ഓട്ടോറിക്ഷ തിരിച്ച് എൻ്റെ പേരിൽ തന്നെ ആക്കണം. അതായത് ഇപ്പോൾ ടൗൺ പെർമിറ്റ് വേറെ ആൾക്ക് കൊടുക്കണമെങ്കിൽ എൻ്റെ ഈ വണ്ടി വേറെ ആൾക്ക് ഞാൻ കൈമാറ്റം ചെയ്തിട്ടാണ് എൻ്റെ ടൗൺ പെർമിറ്റ് അതിനകത്തോട്ട് ആഡ് ആക്കി കൊടുത്തത്. ഇനിയിപ്പോൾ വീണ്ടും പഴയതുപോലെ ഈ വണ്ടി എൻ്റെ പേരിലോട്ട് ആക്കണം. പിന്നെ എന്നിട്ട് വേണം പഞ്ചായത്ത് പെർമിറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ ഉണ്ട്. നമ്മളെ സാധാരണ പഞ്ചായത്ത് വണ്ടിയാണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല, പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റും, വണ്ടി കച്ചവടം ചെയ്യാൻ പറ്റും. ടൗൺ പെർമിറ്റുള്ള വണ്ടി, അതിപ്പോൾ എറണാകുളം ആവട്ടെ, ട്രിവാൻഡ്രം ആവട്ടെ, ആലപ്പുഴ ടൗൺ ആവട്ടെ, ഇതുപോലുള്ള സ്ഥലങ്ങൾ, മെയിൻ ടൗൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പെർമിറ്റുള്ള ടൗണുകളിൽ കുറച്ച് ഓട്ടോ കൈമാറ്റം ചെയ്യുന്നതിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി മെനക്കെട്ട പരിപാടി തന്നെയാണ്. പഞ്ചായത്ത് വണ്ടിക്ക് അതുപോലുള്ള വിഷയങ്ങളൊന്നും വരത്തില്ല. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഷാജഹാൻ വന്ന്. ഷാജഹാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 750 പെർമിറ്റ് കൊടുത്ത ആളാണ്. ഇപ്പോൾ എനിക്ക് ഒപ്പിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നേരെ കളക്ടറേറ്റോട്ടൊന്ന് പോകണം. അല്ല, കളക്ടറേറ്റല്ല, ഗ്രൗണ്ടിലോട്ട് പോകണം. ഏജൻറ്റ് അവിടെ ഇരിക്കുന്നത്, ഏജൻറ്റിലേക്ക് കൊടുക്കാം. ഇതിൻ്റെ പുറമെ എനിക്ക് ഓടാൻ സത്യമായിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ട് ഏജൻറ്റിലോട്ട് പോകാം, അങ്ങോട്ട് പോകാം. ഗ്രൗണ്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഒരു ചേച്ചി ഒരു ഓട്ടം വിളിച്ചത്, ചെറിയൊരു ക്ലിനിക്ക് വരുന്ന പോകാൻ. 30 രൂപയുടെ ഓട്ടം, അത്രേ ഉള്ളൂ. ആ ചേച്ചീനെയും വിട്ടിട്ട് നേരെ നമ്മുടെ റെക്രിയേഷൻ ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി തന്നെ പേപ്പർ കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാലമാണ് മുപ്പാലം. അത് ഒരുപാട് സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പം മുപ്പാലമല്ല കറക്റ്റ് പറഞ്ഞാൽ, ഇതിപ്പം നപ്പാലമാണ്. 4 പാലങ്ങൾ കൂടുന്നൊരു പാലമാണ്. അതാണ് ലൈറ്റ് ഹൗസ്. എൻ്റെ വീട് വരുന്ന ഏകദേശം ബീച്ചിൻ്റെ ലൊക്കേഷനായിട്ടൊക്കെ തന്നെ വരും ഈ കാണുന്ന ലൈറ്റ് ഹൗസ്. പറയണ്ട, കാണുമ്പോൾ അറിയാമല്ലോ ലൈറ്റ് ഹൗസ് ആണെന്ന്. ലൈറ്റ് ഹൗസ് റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ ഉടനെ ഗ്രൗണ്ട്. നോക്കട്ടെ, ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് ക്യാമറ എടുക്കുന്നില്ല. ഇന്ന് RTOൻ്റെ ഇതൊക്കെ ഉള്ളതാണ്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വീഡിയോ ഓൺ ആക്കുന്നില്ല, ഓഫാക്കുവാണ്. കഴിഞ്ഞ് ഏജൻറ്റ് പേപ്പർ കൊടുത്തിട്ട് നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ബീച്ച് സ്റ്റാൻഡിൽ സക്കീർ ഗസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകണ്ട, ഇംഗ്ലീഷാണ്, ഭയങ്കര ഇംഗ്ലീഷാണ്. 2 CNG, മൂന്നാമത്തെ CNG, 3 CNGൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ വണ്ടി. അവിടെ ഇതേ കിടക്കുക നമ്മുടെ വണ്ടി, ഡീസൽ വണ്ടി. അങ്ങനെ എല്ലാവരും കിടപ്പാന്ന് തോന്നുന്നു. എന്താടോ, എന്ത് പറഞ്ഞോ? ഓട്ടോ ആണോടോ അത്? എവിടെയാ മാരാരിയല്ലേ? ഓ, രക്ഷപ്പെട്ടല്ലോ. മാരാരി പോക്കൂരോ എത്രയാ? 500 ജസ്റ്റ് രക്ഷപ്പെടട്ടെ. ആ, ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ തന്നെ വെയിറ്റിംഗ് ഉൾപ്പെടെ പോയത്. 500 ഞാൻ ഡ്രോപ്പിംഗ് ആണ് 500 ആയിരിക്കും. മാരാരി അത്. എന്തായാലും പോട്ടെ, പോയി അവിടെ പോയി കിടന്നിട്ട് വരട്ടെ. 800 രൂപ കിട്ടട്ടെ എന്തായാലും. ഞാൻ വീഡിയോ ഓണാക്കലും ഒരു കഷ്ണവട്ടം പോയി അങ്ങോട്ട്. അപ്പോൾ എന്തൊക്കെയോ വിഷമത്തിലാണ് അവിടെ കിടക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിലെ സഭ. കിടന്ന് ഉറക്കത്തിലാന്ന് തോന്നുന്നു. സഭ ഉറക്കമാണോ? റിലാക്സ് ചെയ്യണം, ജീവിതം കത്തിക്കുവാണോ? എന്ത് കത്തില്ല, ഒരു കത്തിലല്ല, കത്തി നിന്നാലും നമ്മൾ അതിനെ കിടത്തും. ഈ ഓടുന്ന വണ്ടി കൊടുക്കുന്ന കാര്യം ഇതിനുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെ വാക്കാലെ പറഞ്ഞു വെച്ചിരിക്കുവാണ്. കൊടുക്കാൻ ഡിലേ ആകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പെർമിറ്റ് പോലെ അല്ല നമ്മുടെ വണ്ടി, ടൗൺ പെർമിറ്റുകൾ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയിൽ ഇനി പഞ്ചായത്ത് പെർമിറ്റ് കയറ്റിയ ഉടനെ തന്നെ പുള്ളി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി അത് മാത്രമല്ല, പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു ഇഷ്യൂ വന്നുകൊണ്ടാണ് കയ്യിൽ എടുക്കാൻ പറ്റാതെ. എന്തായാലും പെർമിറ്റ് കിട്ടിയ ഉടനെ തന്നെ കൈമാറ്റം ചെയ്യും. ഞാൻ വേറെ വലിയ വണ്ടി തന്നെ നോക്കുന്നുണ്ട്. ഞാൻ വലിയ വണ്ടിയാണെങ്കിൽ ഞാൻ ഏത് വണ്ടിയായിരിക്കും എടുക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം.
ഞാനൊരു വണ്ടി എനിക്കിഷ്ടമാണ്, ഒരു വലിയ വണ്ടി എനിക്കിഷ്ടമുള്ളൊരു വാഹനമുണ്ട് ഓട്ടോറിക്ഷ കൂട്ടത്തിൽ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വണ്ടി ഏതാണെന്ന് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കോള് വരുന്നുണ്ട്, കോളോട്ടാന്ന് തോന്നുന്നു. ഫോൺ എടുക്കട്ടെ. ഇവിടുന്ന് ഞാൻ വണ്ടി എടുക്കുവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കോൾ വന്നില്ല, അതൊരു ഓട്ടോ, ചെറിയ ഓട്ടോ, എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് അടുത്തുനിന്ന് ആളെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഫോണിൽ വിളിച്ച സ്ഥലത്തോട്ട് പോവാം. ഇപ്പം ഇച്ചിരി മടിപ്പായി വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് രാവിലെ അത്യാവശ്യം ചില്ലറ ഓട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ ആലപ്പുഴ ടൗണിലൊക്കെ ഇച്ചിരി ഓട്ടം വലിഞ്ഞിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഇപ്പോൾ വിളിച്ചിട്ട് പോകുന്ന ഓട്ടോ വെച്ചിട്ട് നല്ല ദൂരത്തുള്ള ഓട്ടോ ആണെങ്കിൽ നല്ല കിടപ്പായിരിക്കും. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന രീതി വരണം. പിന്നെ അത് കഴിഞ്ഞ് തന്നെ കുറച്ച് നേരം കിടന്നിട്ടാ ഏതെങ്കിലും സ്റ്റാൻഡിൽ പോയി കിടന്നിട്ടാ പിന്നെ സ്ഥിരം ഓടുന്ന പോലെ ആ ഒരു ട്രാക്കിൽ നമുക്ക് ഓടാൻ പറ്റും. എന്തായാലും പോട്ടെ അങ്ങോട്ട്, എവിടെയാണെന്ന് അറിയത്തില്ല. ആ ഫോണിൽ വിളിച്ച ഓട്ടം പോയിട്ട് വന്ന് അതൊരു 170 രൂപയുടെ ഓട്ടമായിരുന്നു. അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു 40 രൂപയുടെ ഒരു 50 രൂപയുടെ ഓട്ടം കിട്ടിയായിരുന്നു. അതും കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പോൾ റാംപുറം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. കറങ്ങി, അതായത് നമ്മൾ വീഡിയോ ആദ്യം തുടങ്ങിയില്ലേ, ആ സ്റ്റാൻഡിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കയറ്റിയിട്ടിരിക്കുകയാണ്. 1, 2, മൂന്നാമത്തെ വണ്ടിയാണ് ഞാൻ 2 വണ്ടി കൂടെ പോയിക്കന്നെ ഞാൻ ഇവിടുന്ന് പോവാം. ഇപ്പോൾ സമയം ഏകദേശം 12:30 ചിലപ്പം 1 മണി വരെ ഒത്തിരി കിടന്ന് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിർത്തത്തില്ല, നേരെ വീട്ടിലോട്ട് പോകും. എൻ്റെ വീട് ഇവിടെ നിർത്താം. എന്താ വെച്ചാൽ കഴിച്ചിട്ട് ഇറങ്ങാം. പിന്നെ ആ സമയത്ത് ആ 1 മണി ടൈമിൽ ഒരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആയി പോകും ഞാൻ. പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കും. ഉച്ചഭക്ഷണം ഞാൻ മാക്സിമം വീട്ടിൽ വന്ന് കഴിക്കാനേ ഞാൻ നോക്കത്തുള്ളൂ. പുറത്ത് പോയി കഴിക്കാൻ നോക്കത്തില്ല. രാവിലത്തെ ഭക്ഷണമൊക്കെ ഞാൻ പിന്നെ ചിലപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും മടുപ്പായതുകൊണ്ട് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത്. ചില ചായക്കടയിൽ നിന്നൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഉച്ചഭക്ഷണം ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാനാണ് നോക്കുന്നത്. അവിടെ നിന്നും കിട്ടി ഓട്ടം, റാമിൻ്റെ അവിടെ നിന്നും ഓടി 2 ഓട്ടം കിട്ടി, ചില്ലറ ഓട്ടം. അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. നേരെ വീട് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോയി കഴിച്ചിട്ടൊക്കെ ഇറങ്ങാം. കഴിച്ച് കുറച്ച് നേരം കിടക്കാം. ഉറക്ക ക്ഷീണമുണ്ട്, അടുപ്പിച്ച് നൈറ്റ് വർക്ക് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു ക്ഷീണമുണ്ട്. യെസ്, വീട്ടിലോട്ട് പോകാൻ വീടെത്തി. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇറങ്ങാം കേട്ടോ. വീട്ടിൽ വന്നിട്ടുള്ള എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നിട്ട് ഇവനായിട്ട് ഗുസ്തി പിടിക്കണം. ഇവനിപ്പോൾ ഉറക്കമായിരുന്നു. ഇപ്പോൾ വണ്ടിയിൽ ഒച്ച കേട്ടിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. എന്താടാ കൊച്ചാലോചനയിൽ പോയി. മൂത്രമൊക്കെ ഒഴിച്ചിരിക്കുക, തള്ളാൻ നനഞ്ഞിരിക്കുക. ഡാ, കൊച്ചിൻ്റെ പേര് വരുന്ന ലായ്ക്ക് കേട്ടോ. യെസ്, ഇനി എന്തായാലും ഒരുപാട് വീഡിയോ എടുത്ത് ലാഗാക്കുന്നില്ല, ഒരുപാട് കഥകൾ പറഞ്ഞ് ലാഗാക്കുന്നില്ല. എൻ്റെ വീഡിയോസിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് കുറച്ചും കൂടെ എനിക്ക് എൻ്റെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നമ്മുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ഇരുന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നോക്കുക. എന്തായാലും അടുത്ത വിശേഷമൊക്കെ ആയിട്ട്, ഓട്ടോറിക്ഷ വിശേഷം, ഡ്രൈവർമാരുടെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി വർത്തമാനമൊന്നുമില്ല. ഓക്കെ.